സൗമ്യ വധക്കേസിൽ ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു സുപ്രീം കോടതിയിൽ ഹാജരാകും. നവംബർ 11-ന് താൻ ഹാജരാകുമെന്ന് ജസ്റ്റിസ് കട്ജു വ്യക്തമാക്കി. മനുശങ്കർ ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. വിവരങ്ങൾ. അഞ്ജു, ഗോവിന്ദചാമിയെ കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയ സുപ്രീം കോടതി വിധിയിലെ അപാകത ചൂണ്ടിക്കാട്ടിയ മുൻ സുപ്രീം കോടതി ന്യായാധിപൻ മാർക്കണ്ഡേയ കട്ജു കോടതി മുമ്പാകെ നേരിട്ട് ഹാജരാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നവംബർ 11-ന് കേരള സർക്കാരും സൗമ്യയുടെ അമ്മ സുമതിയും നൽകിയ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസ് കട്ജു സുപ്രീം കോടതിയിൽ ഹാജരാകുക. സുപ്രീം കോടതിയുടെ നോട്ടീസ് ലഭിച്ചെന്നും മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് വ്യക്തമാക്കുകയുണ്ടായി. സൗമ്യ കേസിൽ കഴിഞ്ഞ മാസം 15-ന് നൽകിയ വിധി പുനഃപരിശോധിക്കണമെന്നും പരസ്യവാദം നടത്തണമെന്നും ജസ്റ്റിസ് കട്ജു ഫേസ്ബുക്കിലൂടെ അഭിപ്രായപ്പെട്ടിരുന്നു. പിന്നീട് സൗമ്യയുടെ മരണത്തിലേക്ക് വഴിവെച്ച ക്ഷതങ്ങൾക്ക് കാരണക്കാരനായ ഗോവിന്ദചാമിക്കെതിരെ IPC 300 പ്രകാരം കൊലക്കുറ്റം ചുമത്താവുന്നതാണെന്ന് പീപ്പിൾ TV അടക്കമുള്ള മാധ്യമങ്ങളിലൂടെയും ജസ്റ്റിസ് കട്ജു വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ നിലപാട് കോടതി മുമ്പാകെ ഹാജരായി വിശദീകരിക്കാൻ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. സുപ്രീം കോടതി മുൻ ന്യായാധിപൻ എന്നാൽ കോടതി മുമ്പാകെ നേരിട്ട് ഹാജരാകുന്നതിന് ഭരണഘടനാപരമായി വിലക്കുള്ളതിനാൽ ഹാജരാകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നായിരുന്നു ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു ആദ്യം നിലപാട് അറിയിച്ചിരുന്നത്. പിന്നീട് ഭരണഘടന അനുവദിക്കുകയാണെങ്കിൽ ഹാജരാകാമെന്നും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി നോട്ടീസ് ലഭിച്ച കാര്യം നിലവിൽ ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു തന്നെ വ്യക്തമാക്കുകയും തുടർന്ന് കോടതിയിൽ നേരിട്ട് നവംബർ 11-ന് തന്നെ ഹാജരാകുമെന്നും അറിയിച്ചിരിക്കുന്നത്. നിയമ ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു സംഭവത്തിലേക്കാണ് എന്തായാലും നവംബർ 11-ന് സുപ്രീം കോടതിയിലെ തുറന്ന കോടതി സാക്ഷ്യം വഹിക്കുക. മുൻ ന്യായാധിപൻ തന്നെ തുറന്ന കോടതിയിൽ ഹാജരായി വിധിയിലെ അപാകത ചൂണ്ടിക്കാട്ടുക എന്ന അസാധാരണ നടപടിക്കാകും നവംബർ 11-ന് സുപ്രീം കോടതിയിൽ നടപടിക്രമങ്ങൾ നടക്കുക. അഞ്ജു, ശരി. മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. തന്റെയോ സർക്കാരിന്റെയോ അറിവോടെയല്ല ADGP B. സന്ധ്യ ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജുവിനെ കണ്ടതെന്ന് അഡ്വക്കേറ്റ് ജനറൽ CP സുധാകര പ്രസാദ്. ഇത് ശരിയായ നടപടിയല്ല. സർക്കാർ സുപ്രീം കോടതിയിൽ അറ്റോർണി ജനറലിനെയാണ് സൗമ്യ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മറ്റൊരു അഭിഭാഷകന്റെ സഹായം തേടേണ്ടതില്ല. കേസിൽ കട്ജുവിന്റെ സഹായം ആഗ്രഹിക്കുന്നില്ലെന്നും AG കൊച്ചിയിൽ പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ അഡ്വക്കേറ്റായ അറ്റോർണി ജനറൽ എൻഗേജ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നിയമോപദേശം തേടുന്നു. വേറൊരു നിയമോപദേശം അതിന് ആവശ്യമില്ല. അതിൻ്റെ അതൊരു ആവശ്യമില്ലാത്ത കാര്യമാണ്. വേറൊരു ഉപദേശം തേടാൻ പോകുന്നു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അഡ്വക്കേറ്റ് ജനറലിനെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് ആലോചിച്ചിട്ടില്ല. അതൊരു ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഭരണകക്ഷിയായ സമാജ്വാദി പാർട്ടി പിളർപ്പിന്റെ വക്കിൽ. മുഖ്യമന്ത്രി അഖിലേഷ് യാദവ്, പിതൃ സഹോദരൻ ശിവപാൽ യാദവ് അടക്കം 4 പേരെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കി. അച്ഛൻ മുലായം സിംഗ് യാദവിനെ മറികടന്നുള്ള അഖിലേഷിന്റെ നീക്കത്തോടെ സമാജ്വാദി പാർട്ടിയിലെ അധികാര തർക്കം മൂർച്ഛിച്ചു. പാർട്ടിയുടെ UP അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അഖിലേഷിനെ മാറ്റി ശിവപാൽ യാദവിനെ മുലായം സിംഗ് നിയമിച്ചതോടെയാണ് സമാജ്വാദി പാർട്ടിയിൽ അധികാര തർക്കം ഉടലെടുത്തത്. ഇതിന് മറുപടിയായി ശിവപാൽ യാദവിന്റെ പ്രധാന വകുപ്പുകൾ അഖിലേഷ് ഒഴിവാക്കി. മുലായത്തിന്റെയും അമർ സിംഗിന്റെയും നേതൃത്വത്തിൽ സമവായ നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് അഖിലേഷിന്റെ അപ്രതീക്ഷിത നീക്കം. ശിവപാൽ യാദവിന് പുറമെ ഓംപ്രകാശ് സിംഗ്, നാരദ് റായ്, ഷഹിദ ഫാത്തിമ എന്നിവരെയാണ് മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കിയത്. മുലായം സിംഗ് നാളെ പാർട്ടിയുടെ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതിനിടെയാണ് പാർട്ടി നിയമസഭാ കക്ഷി യോഗം അടിയന്തരമായി തന്റെ വസതിയിൽ വിളിച്ച് അഖിലേഷ് മന്ത്രിമാരെ പുറത്താക്കിയത്. ഇതിലൂടെ അധികാര തർക്കത്തിൽ പിതാവ് മുലായം സിംഗുമായി വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന ശക്തമായ സന്ദേശമാണ് അഖിലേഷ് നൽകിയിരിക്കുന്നത്. മുലായത്തെ മാത്രമേ നേതാവായി അംഗീകരിക്കുമെന്ന് ശിവപാൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ അഖിലേഷിനെ പിന്തുണച്ച് മുതിർന്ന നേതാവ് രാംകൃപാൽ യാദവ് രംഗത്തെത്തി. അടുത്ത വർഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉണ്ടായ പ്രതിസന്ധി സമാജ്വാദി പാർട്ടിക്ക് തിരിച്ചടിയാകും. പിളർപ്പ് ഒഴിവാക്കാനുള്ള കിണഞ്ഞ പരിശ്രമത്തിലാണ് മുലായം സിംഗ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. BJP MP വരുൺ ഗാന്ധിയുടെ ഹണി ട്രാപ്പിന്റേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ലൈംഗിക തൊഴിലാളികൾക്കൊപ്പം വരുൺ ഗാന്ധി അടുത്തിടപഴകുന്ന ദൃശ്യങ്ങൾ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ വരുണിൽ നിന്ന് ചോർത്തിയെന്നായിരുന്നു ആരോപണം. ദേശീയ ഓൺലൈൻ മാധ്യമമായ നാർദ ന്യൂസ് ഓൺലൈനാണ് ചിത്രങ്ങൾ പുറത്തുവിട്ടത്. ഹണി ട്രാപ്പ് വിവാദത്തിൽ BJP ദേശീയ നേതൃത്വം തന്ത്രപരമായ മൗനം തുടരുന്ന സാഹചര്യത്തിലാണ് ദൃശ്യങ്ങൾ പുറത്തുവന്നിരിക്കുന്നത്. പ്രതിരോധ കാര്യങ്ങൾ സംബന്ധിച്ച പാർലമെന്ററി സമിതി അംഗമായിരുന്ന BJP MP വരുൺ ഗാന്ധി ഹണി ട്രാപ്പിൽ കുടുങ്ങി രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തി നൽകിയെന്ന കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. US-ൽ അഭിഭാഷകനായ D. എഡ്മണ്ട് അലൻ എന്ന ആളാണ് ഇക്കാര്യം ആരോപിച്ച് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നത്. ലൈംഗിക തൊഴിലാളികൾക്കൊപ്പം വരുൺ ഗാന്ധി അടുത്തിടപഴകുന്ന ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് രഹസ്യങ്ങൾ വിവാദ പ്രതിരോധ ഇടപാടുകളുടെ ഇടനിലക്കാരൻ അഭിഷേക് വർമ്മ ചോർത്തിയെന്നായിരുന്നു ആരോപണം. ഈ ആരോപണങ്ങളെല്ലാം വരുൺ ഗാന്ധി നിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വരുൺ ഗാന്ധി ഹണി ട്രാപ്പിൽ എന്ന പേരിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്.
ദേശീയ ഓൺലൈൻ മാധ്യമമായ നാരദ ന്യൂസിന്റെ ഇംഗ്ലീഷ് വെബ്സൈറ്റിലാണ് ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. വിവാദ ആയുധ ഇടപാടുകാരൻ അഭിഷേക് വർമ്മയുടെ മുൻ വ്യാപാര പങ്കാളി എഡ്മണ്ട് എലൻ തന്നെ പുറത്തുവിട്ടതാണ് ഈ ചിത്രങ്ങളെന്നാണ് കരുതുന്നത്. എന്നാൽ ലൈംഗിക തൊഴിലാളികൾക്കൊപ്പം ഇടപഴകുന്ന ചിത്രങ്ങളുടെ സത്യാവസ്ഥ ഇനിയും വെളിപ്പെടേണ്ടതുണ്ട്. വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വരുൺ ഗാന്ധി സമ്മർദ്ദം ശക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു ഹണി ട്രാപ്പ് വിവാദം ശക്തമായത്. BJP ദേശീയ നേതൃത്വം വരുൺ ഗാന്ധിയെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമായിരുന്നു. ഇതിന് പിന്നാലെയാണ് വരുൺ ഗാന്ധിയുടേത് എന്ന് സംശയിക്കുന്ന ഹണി ട്രാപ്പ് ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കരാർ അദാനിക്ക് നൽകിയതിൽ ക്രമക്കേടുണ്ടെന്ന് CAGയുടെ കരട് റിപ്പോർട്ട്. വിഴിഞ്ഞം കരാറിൽ സംസ്ഥാനത്തിന് ലാഭമുണ്ടാകില്ലെന്നും CAG. അന്തിമ റിപ്പോർട്ടിന് മുന്നോടിയായുള്ള കരട് റിപ്പോർട്ടിലാണ് CAGയുടെ പരാമർശങ്ങൾ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കരാർ സംസ്ഥാന താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും സാമ്പത്തിക ക്രമക്കേട് നടന്നതായുമുള്ള കരട് റിപ്പോർട്ടാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. CAG റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുന്നോടിയായുള്ള തുറമുഖ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുത്ത ചോദ്യാവലിയിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ വ്യവസ്ഥകളെപ്പറ്റി ഗുരുതരമായ പാകപ്പിഴകൾ ഓഡിറ്റ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അദാനി പോർട്ടുമായി 40 വർഷത്തെ കരാറാണ് സംസ്ഥാന സർക്കാർ ഏർപ്പെട്ടിരിക്കുന്നത്. പദ്ധതിയുടെ നിർമ്മാണത്തിനായി ചിലവഴിക്കുന്ന 7,525 കോടി രൂപയിൽ 67% സംസ്ഥാന സർക്കാരിന്റെ പണമാണ്. എന്നാൽ 40 വർഷം കൊണ്ട് അദാനി പോർട്ടിന് 1,44,653 കോടി രൂപയുടെ വരുമാനമുണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നത് 13,948 കോടി രൂപ മാത്രമാണോ എന്നും റിപ്പോർട്ടിൽ ചോദ്യമുന്നയിക്കുന്നു. PPP മാതൃകയിൽ നടന്ന കരാറിൽ കേരളത്തിന് നേട്ടമുണ്ടായിട്ടുണ്ടോ എന്നും പ്രാരംഭ പ്രവർത്തനത്തിനായി ചിലവഴിച്ച തുകയിൽ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. കരാർ വ്യവസ്ഥകൾ ഇഴകീറി പരിശോധിച്ച ശേഷമാണ് ഓഡിറ്റ് വിഭാഗം തുറമുഖ വകുപ്പിനോട് ചോദ്യാവലി ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന്റെ മറുപടി വരും ദിവസങ്ങളിൽ തന്നെ തുറമുഖ വകുപ്പ് നൽകും. സംശയങ്ങൾ ദൂരീകരിക്കുന്ന തരത്തിലുള്ള മറുപടി നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ വിഴിഞ്ഞം തുറമുഖ കരാറിനെതിരെ CAGയുടെ അന്തിമ റിപ്പോർട്ട് വന്നേക്കുമെന്ന സൂചനയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് കോൺഗ്രസ് ഇപ്പോഴും മോശം അവസ്ഥയിലെന്ന് AK ആന്റണി. പുനഃസംഘടനയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരുടെയും ഫോൺ ചോർത്തുന്നത് ശരിയല്ലെന്ന് ജേക്കബ് തോമസിന്റെ ഫോൺ ചോർത്തിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് ആന്റണി പ്രതികരിച്ചു. പോലീസ് മൂന്നാമുറ രീതിയിലേക്ക് തിരിച്ചുപോകുന്നത് ശരിയല്ലെന്നും ആന്റണി കൊച്ചിയിൽ പറഞ്ഞു. ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളറിയാം. ഏതായാലും ഈ ഏറ്റവും പ്രയാസമുള്ള കാലഘട്ടത്തിൽ, കാരണം കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കടുത്ത ഒരു വെല്ലുവിളി നേരിടുന്ന കാലഘട്ടമാണ്. പഴയ സ്ഥിതിയല്ല. ഈ ഏറ്റവും പ്രയാസമുള്ള ഈ കാലഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ UDFിൽ നിന്ന് അകന്നുപോയ ജനവിഭാഗങ്ങളെ സംസ്ഥാനത്തും ജില്ലകളിലും താഴേക്കിടയിലും തിരികെ കൊണ്ടുവരാൻ പറ്റുന്ന നിലയിലുള്ള നയസമീപനങ്ങൾ സ്വീകരിക്കാനെല്ലാം പറ്റിയ നല്ല പ്രസിഡന്റുമാരെ കണ്ടെത്താൻ എല്ലാവരും ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ അധികാരപ്പെടുത്തിയതല്ലാതെ ആരും ഒരാളുടെതല്ല ആരുടെയും ഫോൺ ചോർത്താനും പാടില്ല. അത് ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റാണ്. ഒറ്റപ്പെട്ട പ്രശ്നമല്ല ഞാൻ പറയുന്നത്. തടവ് ശിക്ഷ അനുഭവിക്കുന്ന ചന്ദ്രബോസ് വധക്കേസ് പ്രതി മുഹമ്മദ് നിസാം സഹോദരങ്ങളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. സഹോദരങ്ങളായ അബ്ദുൾ നിസാർ, അബ്ദുൾ റസാഖ് എന്നിവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. നിസാം ഉപയോഗിച്ച ഫോണിന്റെ ഉടമ ഷിബിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുന്ന മുഹമ്മദ് നിസാമിനെ ബാംഗ്ലൂരിലെ വധശ്രമ കേസിനായി വിട്ടുനൽകിയപ്പോഴാണ് സഹോദരന്മാർക്ക് വധഭീഷണി വന്നതെന്നായിരുന്നു പരാതി. തൃശൂർ റൂറൽ SP നിശാന്തിനിക്ക് ലഭിച്ച പരാതിയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരംഭിച്ചത്. നിസാമിന്റെ സഹോദരന്മാരായ അബ്ദുൾ നിസാർ, അബ്ദുൾ റസാഖ് എന്നിവരുടെ മൊഴി സംഘം രേഖപ്പെടുത്തി. മുഹമ്മദ് നിസാം ഫോണിലൂടെ ഭീഷണി മുഴക്കിയെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് സഹോദരങ്ങൾ മറുപടി നൽകിയത്. 9526987425 എന്ന നമ്പറിൽ നിന്നാണ് കോൾ വന്നത് എന്നായിരുന്നു പരാതി. ഈ നമ്പർ ഉപയോഗിക്കുന്ന നിസാമിന്റെ സുഹൃത്ത് ചിമ്പൂട്ടൻ എന്ന് വിളിക്കുന്ന ഷിബിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. പരാതിക്കൊപ്പം നിസാമിന്റെ സഹോദരന്മാർ നൽകിയ ശബ്ദരേഖകളും ഫോൺ കോൾ വിശദാംശങ്ങളും സൈബർ സെൽ പരിശോധിക്കുന്നുണ്ട്. നിസാമിനെ ബാംഗ്ലൂരിലേക്ക് കേസിനായി കൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. നിസാമിന്റെ സുഹൃത്തായ ഷിബിന്റെ മൊഴിയെടുപ്പിന് ശേഷം ശാസ്ത്രീയ തെളിവുകൾ കൂടി ഉൾപ്പെടുത്തി നാളെ കേസെടുത്തേക്കും എന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
പുന്നപ്ര വയലാർ വാർഷിക വാരാചരണത്തിന്റെ ഭാഗമായി പുന്നപ്ര സമരഭൂമിയിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. പുന്നപ്ര സമരസേനാനി കൂടിയായ വി.എസ്. അച്യുതാനന്ദൻ, മന്ത്രി ജി. സുധാകരൻ, ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ, സി.എസ്. സുജാത തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. വൈകിട്ട് 6 നടക്കുന്ന അനുസ്മരണ സമ്മേളനം വി.എസ്. അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. പുന്നപ്ര വയലാർ വാർഷിക വാരാചരണത്തിന്റെ ഭാഗമായാണ് പുന്നപ്ര സമരഭൂമിയിൽ പുഷ്പാർച്ചന നടന്നത്. പുന്നപ്ര സമരസേനാനി വി.എസ്. അച്യുതാനന്ദൻ രാവിലെ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു. രാവിലെ 8 മണി മുതൽ അമ്പലപ്പുഴ തെക്കുവടക്ക്, പുന്നപ്ര തെക്കുവടക്ക് പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് വരുന്ന ആളുകളാണ് തങ്ങൾക്കു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരരക്തസാക്ഷികൾക്ക് പുഷ്പാർച്ചന നടത്താനെത്തിയത്. വി.എസിനെ കൂടാതെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി. സുധാകരൻ, സജി ചെറിയാൻ, സി.എസ്. സുജാത തുടങ്ങി ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പ്രമുഖർ പുഷ്പാർച്ചനയിലും അനുസ്മരണ സമ്മേളനത്തിലും പങ്കെടുത്തു. വൈകിട്ട് പറൂർ ജംഗ്ഷനിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം വി.എസ്. അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മുത്തലാഖ് സ്ത്രീകളോടുള്ള അവഗണനയെന്ന് പാലോളി മുഹമ്മദ് കുട്ടി. ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ മുസ്ലിം സംഘടനകൾക്കൊപ്പമെന്നും പാലോളി മുഹമ്മദ് കുട്ടി കോഴിക്കോട്ട് പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ, എല്ലാവരും എതിർക്കുന്നുണ്ട്. അത് ആ നിലപാടിൽ ഉറച്ചു നിൽക്കും. മുത്തലാഖിൻ്റെ കാര്യത്തിൽ അത് സ്ത്രീകളോടുള്ള ഏറ്റവും വലിയ അവഗണന കാണിക്കുന്നതാണ്. അത് ഒഴിവാക്കണം എന്നുള്ളത്. ഫാക്ട് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് CBI. ജിപ്സം വിൽപ്പന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ കോടികൾ സമ്പാദിച്ചുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് CMD ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ CBI കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തത്. CMD ജയ്വീർ ശ്രീവാസ്തവ ബിനാമി ഇടപാടിലൂടെ സ്വത്ത് സമ്പാദിച്ചതായും CBI കണ്ടെത്തി. വിൽപ്പന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഫാക്ടിന്റെ 25ഓളം കേന്ദ്രങ്ങളിൽ CBI ഇന്നലെ റെയ്ഡ് നടത്തിയിരുന്നു. ഫാക്ട് CMD ജയ്വീർ ശ്രീവാസ്തവയുടെ ഔദ്യോഗിക വസതി ഉൾപ്പെടെ സംസ്ഥാനത്തെ 18 കേന്ദ്രങ്ങളിലായിരുന്നു റെയ്ഡ്. പരിശോധനയിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായി CBI കണ്ടെത്തിയിരുന്നു. CMD ജയ്വീർ ശ്രീവാസ്തവ, ചീഫ് ജനറൽ മാനേജർ അംബിക, ഡെപ്യൂട്ടി ജനറൽ മാനേജർ ശ്രീനാഥ് കമ്മത്ത് എന്നിവർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതായും കണ്ടെത്തി. 100 കോടിയോളം രൂപയുടെ അനധികൃത നിക്ഷേപമുള്ളതായാണ് CBIയുടെ കണ്ടെത്തൽ. CMD ജയ്വീർ ശ്രീവാസ്തവ ബിനാമി ഇടപാടുകൾ വഴി സ്വത്ത് സമ്പാദിച്ചതായും അന്വേഷണത്തിൽ വ്യക്തമായി. DGM ശ്രീനാഥ് കമ്മത്തിന് 6 ബാങ്ക് അക്കൌണ്ടുകളിലായി 86 ലക്ഷം രൂപയുടെ നിക്ഷേപമുള്ളതായും CBIക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് CMD, CGM, DGM അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ CBI ശുപാർശ ചെയ്തത്. CBI റെയ്ഡിനിടെ DGM ശ്രീനാഥ് കമ്മത്തിന്റെ വീട്ടിൽ നിന്ന് പുള്ളിമാൻ തോലും കണ്ടെടുത്തിരുന്നു. വനം വകുപ്പിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് ശ്രീനാഥിനെതിരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പീപ്പിൾ ഫോളോ അപ്പ്. സോളാർ അഴിമതി ആരോപണത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെയായ പരാതി മുൻ വിജിലൻസ് ഡയറക്ടർ N. ശങ്കർ റെഡ്ഡി പൂഴ്ത്തിയ സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ വിജിലൻസിന് ലഭിച്ചു. ഉമ്മൻചാണ്ടിക്കെതിരെ ലഭിച്ച 6ഓളം പരാതികൾ ശങ്കർ റെഡ്ഡി പൂഴ്ത്തിയിരുന്നതായി വിജിലൻസ് കണ്ടെത്തി. പൂഴ്ത്തിയ പരാതികൾ കണ്ടെടുത്തത് വിജിലൻസ് ഡയറക്ടറായിരുന്ന ഘട്ടത്തിൽ ശങ്കർ റെഡ്ഡി ഉപയോഗിച്ചിരുന്ന മേശവലിപ്പിൽ നിന്നുമാണ്. മന്ത്രി V.S. സുനിൽകുമാർ അടക്കമുള്ളവർ നൽകിയ പരാതികളാണ് ശങ്കർ റെഡ്ഡി 6 മാസത്തിലേറെ പൂഴ്ത്തിവെച്ചത്. സോളാർ പദ്ധതി നടപ്പിലാക്കുന്നതിന് സർക്കാരിന്റെ സഹായത്തിനായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ദില്ലിയിൽ വെച്ച് കോഴ കൊടുത്തു എന്ന് സോളാർ കമ്മീഷന്റെ വിസ്താരവേളയിലാണ് സരിത എസ്. നായർ ആരോപിക്കുന്നത്. തുടർന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്ത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് 2016 ജനുവരിയിലെ അവസാന ആഴ്ചയിൽ 6ഓളം പേരാണ് അന്നത്തെ വിജിലൻസ് ഡയറക്ടർ N. ശങ്കർ റെഡ്ഡിയെ സമീപിച്ചത്. എന്നാൽ ലഭ്യമായ എല്ലാ പരാതികളും അന്വേഷണ ഏജൻസിക്ക് കൈമാറാതെ ശങ്കർ റെഡ്ഡി സ്വന്തം മേശവലിപ്പിൽ സൂക്ഷിക്കുകയായിരുന്നു. ശങ്കർ റെഡ്ഡി സോളാർ അഴിമതിയിലെ പരാതി മുക്കിയതായി രേഖകൾ സഹിതം പീപ്പിൾ TV വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ജേക്കബ് തോമസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഈ അന്വേഷണത്തിലാണ് കൂട്ടിയിട്ട നിലയിൽ പരാതികൾ കണ്ടെടുത്തത്. അന്ന് പ്രതിപക്ഷ MLA ആയിരുന്ന V.S. സുനിൽകുമാർ, സീസർ ന്യൂസ് എഡിറ്റർ PD ജോസഫ്, നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് നേതാവ് മുജീബ് റഹ്മാൻ, ആന്റി കറപ്ഷൻ മൂവ്മെന്റ് സംസ്ഥാന അധ്യക്ഷൻ ഐസക് വർഗീസ്, വിവരാവകാശ പ്രവർത്തകരായ PK രാജു, പായിച്ചർ നവാസ് എന്നിവർ 2016 ജനുവരിയിൽ നൽകിയ പരാതികൾ അന്വേഷണ ഏജൻസിക്ക് കൈമാറാതെ മേശവലിപ്പിൽ സൂക്ഷിക്കുകയായിരുന്നു. പരാതി നൽകി 9 മാസം കഴിഞ്ഞിട്ടും അന്വേഷണം ആരംഭിക്കാത്തതിനെ തുടർന്ന് വിവരാവകാശ പ്രകാരം മറുപടി ചോദിച്ചതോടെയാണ് പരാതികൾക്കായി വിജിലൻസ് ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചത്.
പൂഴ്ത്തിവെച്ച പരാതികൾ കണ്ടെത്തിയതിനെ തുടർന്ന് അടിയന്തരമായ അന്വേഷണം ആരംഭിക്കണമെന്ന് കാട്ടി വിജിലൻസ് ഡയറക്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിന് കൈമാറി. MLA-മാർ അടക്കമുള്ളവർ നൽകിയ പരാതി മുൻ വിജിലൻസ് ഡയറക്ടർ തന്നെ പൂഴ്ത്തിവെച്ചതായി വിജിലൻസിന് ബോധ്യപ്പെട്ടതോടെ ശങ്കർ റെഡ്ഡിക്കെതിരായ കുരുക്ക് കൂടുതൽ മുറുകുകയാണ്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. എറണാകുളം ഇരുമ്പനം IOC, കോഴിക്കോട് ഫറോക്ക് എന്നിവിടങ്ങളിൽ ടാങ്കർ ലോറി ഉടമകളും തൊഴിലാളികളും നടത്തിവന്ന സമരം തുടരും. കോഴിക്കോട് ഗതാഗത മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ച സമവായമാകാത്ത സാഹചര്യത്തിലാണ് സമരം തുടരുന്നത്. അതേസമയം സമവായ ചർച്ചകളുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കോഴിക്കോട് നടന്ന ചർച്ചയിൽ ടാങ്കർ ലോറി ഉടമകൾ, തൊഴിലാളികൾ, ട്രേഡ് യൂണിയൻ നേതാക്കൾ, ലേബർ കമ്മീഷണർ എന്നിവരാണ് പങ്കെടുത്തത്. കമ്പനി നടപ്പാക്കിയ പുതിയ ടെൻഡർ സംവിധാനത്തിൽ വ്യാപക അപാകതകളുണ്ടെന്നാരോപിച്ചാണ് സമരം. ടാങ്കറുകളുടെ എണ്ണം കുറച്ചതും വാടകയിൽ മാറ്റം വരുത്തിയതും ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ അംഗീകരിക്കാനാവില്ലെന്നാണ് സമരസമിതിയുടെ നിലപാട്. സമരം ഇന്ധനക്ഷാമത്തിന് വഴിയൊരുക്കും എന്നതിനാൽ പ്രശ്നപരിഹാരത്തിന് ശ്രമം തുടരുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. അടിയന്തരമായും ഈ കോഴിക്കോടേക്ക് ചർച്ച വെച്ചത് തന്നെ ഈ തിരുവനന്തപുരത്ത് പോയതിന് ശേഷം നടത്തിയാൽ പോരല്ലോ എന്ന് തോന്നിയതുകൊണ്ടാണ്. കാരണം നമുക്ക് മലബാറിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ ഡീസൽ പെട്രോൾ വിതരണം നിലച്ചാൽ ഉണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നത്തെക്കുറിച്ച് ഗവൺമെൻറ്റിന് നല്ല ബോധ്യമുണ്ട്. അതേസമയം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നടപ്പാക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് സമരസമിതി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാനം നേരിടുന്ന കടുത്ത വൈദ്യുതി പ്രതിസന്ധി തുറന്ന ചർച്ചയാക്കി വൈദ്യുതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കഴിഞ്ഞ സർക്കാരിന്റെ ആസൂത്രണത്തിലെ പിഴവ് മൂലം സംസ്ഥാനം നേരിടാൻ പോകുന്നത് കടുത്ത വൈദ്യുതി പ്രതിസന്ധിയെന്ന് മന്ത്രിയുടെ തുറന്ന പ്രസ്താവന. ഉൽപാദന രംഗത്ത് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. കേരളത്തിന്റെ വൈദ്യുതി ഉൽപാദനത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ജില്ലയാണ്, ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിലെ വൈദ്യുതി ഉൽപാദന രംഗമില്ലെങ്കിൽ കേരളത്തിന് ഇരുട്ട് മാത്രമാണ് ലഭ്യമാവുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇടുക്കി ജില്ലയിൽ പോലും ഉൽപാദന മേഖലയിൽ എന്തെങ്കിലും പുരോഗതി കൈവരിക്കാനായിട്ട് കുറച്ചു കാലമായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ബഹുമാന്യനായിട്ടുള്ള മുൻ മന്ത്രിയും അത് സമ്മതിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കേരളം നേരിടാൻ പോകുന്ന കടുത്ത വൈദ്യുതി പ്രതിസന്ധിയുടെ ആശങ്കയാണ് വൈദ്യുതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഈ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉൽപാദന രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തതാണ് നിലവിലെ ഗുരുതരാവസ്ഥയ്ക്ക് കാരണമെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കി ആലങ്കോട് ഇലക്ട്രിക്കൽ സെക്ഷന്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ നമ്മുടെ അണക്കെട്ടുകളിൽ 40% ജലം മാത്രമാണുള്ളത്. 65% വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയിലുമാണ്. ഈ വരുന്ന പരീക്ഷാകാലത്ത് ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സർക്കാർ. തുടങ്ങിവെച്ച പല പദ്ധതികളും പാതുവഴിയിലാണ്. ഇത് പൂർത്തിയാക്കുകയാണ് സർക്കാരിന്റെ പ്രഥമ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ PJ ജോസഫ് MLA അധ്യക്ഷനായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തെരുവുനായ വിഷയത്തിൽ സുപ്രീംകോടതി നിയോഗിച്ച സിരിജകന് കമ്മിറ്റി ഹിയറിംഗ് ഇന്ന് അവസാനിക്കും. പൊതുജനങ്ങൾക്ക് കമ്മീഷന് മുമ്പാകെ പരാതികൾ സമർപ്പിക്കാം. കമ്മീഷൻ സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീംകോടതിയാകും അന്തിമ തീരുമാനം എടുക്കുക. ആദ്യ ദിനം 15ഓളം പരാതികളാണ് കമ്മീഷന് ലഭിച്ചത്. സംസ്ഥാനത്ത് തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് സുപ്രീംകോടതി പ്രത്യേക കമ്മീഷന് രൂപം നൽകിയത്. 14 ജില്ലകളിലും സിറ്റിംഗ് നടത്തുന്ന കമ്മീഷന്റെ പ്രഥമ ഹിയറിംഗ് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് ആരംഭിച്ചത്. 15ഓളം പരാതികളാണ് കമ്മീഷന് ഇതുവരെ ലഭിച്ചത്. തെരുവുനായ ആക്രമണത്തിന് ഇരയായ കുട്ടിയുടെ അമ്മ ഷീന. തെരുവുനായായിരുന്നു കടിച്ചത്. പട്ടി കടിച്ച് ഞങ്ങൾ ഉടനെ തന്നെ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവന്നു. ഞങ്ങൾ അവിടെ നിന്ന് നേരെ SAT-ൽ കൊണ്ടുവന്നു. ഉടനെ തന്നെ ICU-ലാക്കി. 3 മാസത്തോളം അവിടെ ICU-ലായിരുന്നു. അതിനുശേഷം കണ്ണ് തുറക്കും മോൻ്റെ കണ്ണിന് കാഴ്ചയില്ല, സംസാരശേഷിയൊക്കെ നഷ്ടപ്പെട്ടു, പെണ്ണീര് നടക്കുന്നില്ല. അന്ന് തൊട്ട് ഇങ്ങോട്ട് നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷവും ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും പരാതിക്ക് കൊടുത്തിരുന്നു. ആക്രമണത്തിന് ഇരയായവരുടെ ചികിത്സ, സാമ്പത്തിക സഹായം, തെരുവുനായ്ക്കൾ കൂടാനുണ്ടാകുന്ന സാഹചര്യം തുടങ്ങിയ വിവരങ്ങൾ കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിക്കും. തെരുവുനായ ശല്യം തടയാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വീകരിച്ച നടപടികൾ, പേവിഷബാധ മരുന്നുകളുടെ ലഭ്യത തുടങ്ങിയവയും കമ്മീഷൻ പരിശോധിക്കുന്നുണ്ട്. അതിനിടെ ഹിയറിംഗിനെത്തിയ നായപ്രേമികൾ നായകൾക്കെതിരെ പരാതി നൽകാനെത്തിയവരുമായി വാക്കുതർക്കവുമുണ്ടായി. കമ്മീഷന്റെ ഹിയറിംഗ് ഇന്നുകൊണ്ടാണ് പൂർത്തിയാവുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അയൽവാസി വഴി കെട്ടിയടച്ച് വീടിന് പുറത്തേക്കിറങ്ങാനാവാതെ 6-അംഗ ദളിത് കുടുംബം. സ്കൂളിൽ പോകാനാവാതെ പഠനം മുടങ്ങിയിരിക്കുകയാണ് കുട്ടികളുടെ. കോട്ടയം കുറിച്ചിയിലാണ് സംഭവം. അയൽവാസിയായ പാറശ്ശേരി അശോകന്റെ പക്കൽ നിന്നും
സതീഷിന്റെ പിതാവ് വിശംബരൻ 5 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു. നടപ്പാത നൽകിക്കൊള്ളാമെന്ന വ്യവസ്ഥയിലാണ് ഭൂമി വാങ്ങിയത്. സ്ഥലത്തിന്റെ പട്ടയരേഖയിൽ 3 സെന്റ് ഭൂമി മാത്രമേ കാണിച്ചിരുന്നുള്ളൂ. വിശംബരൻ കിടപ്പിലായതോടെ അശോകൻ ഈ കുടുംബത്തിനുള്ള നടപ്പാത നിഷേധിക്കുകയായിരുന്നു. ഈ 2 ആഴ്ചകളായി നല്ലപോലെ ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്ക് ജോലിക്ക് പോകാനോ പിള്ളേർക്ക് സ്കൂളിൽ പോകാനോ വെള്ളം കൊണ്ടുവരാനോ ഒരു മാർഗ്ഗമില്ലാതായിട്ടിരിക്കുകയായിരുന്നു. ടീച്ചേഴ്സ് വന്നായിരുന്നു സ്കൂളിലെ. അപ്പൊ അവര് വന്ന് കണ്ട് ഞങ്ങളുടെ ആ ദാരിദ്ര്യം കണ്ടുപറഞ്ഞ അവര് സ്കൂളിൽ നിന്ന് ഞാൻ കരുതി തന്നു വിടുവായിരുന്നു. സതീഷിന്റെ കുട്ടികൾ ഒരാഴ്ചയായിട്ടും സ്കൂളിൽ എത്താത്തതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഈ കുടുംബം ഒറ്റപ്പെട്ട് കഴിയുന്ന വിവരം പുറം ലോകം അറിയുന്നത്. വഴിയില്ലായിരുന്നു, സ്കൂളിൽ പോയില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഇറങ്ങാനും പറ്റിയില്ല, പോകാനും പറ്റിയില്ല. വീടിന്റെ ഇരുവശങ്ങളിൽ സ്ഥലം നൽകിയ അശോകന്റെ കൈവശ ഭൂമിയും മുൻഭാഗത്ത് ചതുപ്പ് നിലവുമാണ്. മറ്റൊരു അയൽവാസിയുടെ പുരയിടത്തിലൂടെയാണ് കഴിഞ്ഞ ദിവസം ഇവർ സഞ്ചരിച്ചിരുന്നതെങ്കിലും അവരും വഴി നടക്കാൻ അനുമതി നിഷേധിച്ചതോടെ അയൽവാസി കെട്ടിയടച്ച വഴി തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് നിയമ നടപടിക്കൊരുങ്ങുകയാണ് സതീഷും കുടുംബവും. ന്യൂസ് ബ്യൂറോ, കോട്ടയം.